ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവം വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അനുവദിക്കും. എന്നും പ്രസാദകാലമല്ല, എന്നും സന്തോഷകരമായ കാലമല്ല. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷേ ഏറിയ പങ്കും നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് പ്രസാദകാലമാണ്. ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുക. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നോക്കുമ്പോൾ അവർക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട്. കുടുംബത്തിൻ്റെ വരുമാനം നോക്കുമ്പോൾ അത് മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്നു. ശാരീരികമായി വലിയ കുഴപ്പമൊന്നുമില്ല. വിദൂരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരും നമ്മുടെ ആമേൻ സ്തോത്രം ജീവിത പങ്കാളികളും മാതാപിതാക്കളും ഒക്കെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു. കൃപയാൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പേരാ നല്ല കാലം. ഇതിൻ്റെ അകത്ത് പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, ഇതിൻ്റെ അകത്ത് ആരാധന കുറഞ്ഞു പോകരുത്. എല്ലാം സ്മൂത്തായി പോകുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ പ്രാർത്ഥനയെന്ന് ചോദിക്കരുത്. നല്ല കാലത്ത് ദൈവസനെ പ്രാർത്ഥിച്ചോണം. എല്ലാം അനുഗ്രഹമായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അടുത്തതിന് മൂന്നാമത്തെ ലൈൻ ഇങ്ങനെയാണ്: രക്ഷാവിശ്വസ്തതയാൽ. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, രക്ഷാവിശ്വസ്തതയാൽ. ദൈവത്തിന്റെ രക്ഷാവിശ്വസ്തതയാൽ നല്ല കാലത്ത് ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തോട് ദൈവം രക്ഷാവിശ്വസ്തതയാൽ ഉത്തരമരുളും. ഇതിന്റെ സിമിലർ ആയിട്ടൊരു വാക്ക് 32-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമ്മുടെ വാക്യം ഇങ്ങനെയാണ്: പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം എത്തുകയില്ല. ഇന്ന് പെന്തക്കോസുകാർക്കെല്ലാം, ഇന്നലെ ഞാനത് ആവർത്തിച്ചു, ഇന്ന് പെന്തക്കോസുകാർക്കെല്ലാം ദൈവത്തെ വേണ്ടത് പെരുവെള്ളം കവിയുമ്പോഴാണ്, പ്രശ്നങ്ങൾ വരുമ്പോഴാ ദൈവത്തെ വേണ്ടത്. പക്ഷെ വചനം പറയുകയാണ്, നല്ല കാലത്ത് ദൈവത്തെ സ്തുതിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഒരു 4 ഡിജിറ്റും 5 ഡിജിറ്റും ഒക്കെ സാലറികൾ ഉള്ളപ്പോൾ ദൈവത്തെ സ്തുതിച്ചോണം. ജോലി പോയിട്ട് കരയാനല്ല, ജോലി പോയിട്ട് സ്തുതിക്കാനല്ല, ജോലി പോയിട്ട് ഉപവസിക്കാനല്ല. എല്ലാം നന്നായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പിന്നെ പെരുവെള്ളമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. അന്നേരം പിന്നെ ഉപവാസമൊക്കെ പ്രഖ്യാപിക്കേണ്ടി വരും. മുന്നോട്ട് പോകാൻ യാതൊരു ഗത്യന്തരമില്ലാതിരുന്നപ്പോൾ ആശ പറഞ്ഞു, നമുക്കന്ന് ഒരു കാര്യം ചെയ്യാം, അഹവ ആറ്റിനരികത്ത് വെച്ചൊരു ഉപവാസം അങ്ങ് പ്രഖ്യാപിക്കാം. കാരണം ഇനിയിപ്പം വേറെ ഒന്നിനും പറ്റത്തില്ല. സാധാരണ 9 മണിയാകുമ്പോൾ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പം പോകാൻ പറ്റുന്നില്ല. പണ്ട് 8 മണിക്ക് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം പോകാൻ പറ്റുന്നില്ല. 10 മണിയാകുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം പോകാൻ പറ്റുന്നില്ല. മുൻപോട്ടുള്ളതെല്ലാം ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ചെയ്യാം. വേണ്ട, അങ്ങനെയുള്ള ആത്മീയതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ വഴികളും ഓപ്പൺ ആയിരിക്കുമ്പോൾ, എല്ലാ നന്മകളും നിറഞ്ഞു നിൽക്കുമ്പോൾ, എല്ലാ സമൃദ്ധികളും ദൈവം നമുക്ക് തരുമ്പോൾ അതിൻ്റെ അകത്ത് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം. സ്തോത്രം.